ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളോട് പറഞ്ഞതെന്തെന്നറിയുവോ? അലിയേ, ഞാൻ മരിച്ചാ എന്നെ രാത്രിയിലെ കബറടക്കാവൂ, എന്നെ പകല് കബറടക്കരുത്, എന്നെ പകല് കബറടക്കരുത്. എന്തേ ഫാത്തിമ, എന്തേ പകല് കബറടക്കിയാൽ എന്താ? ഫാത്തിമ ബീബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, എന്റെ ജനാസ പൊതിയുന്നത്, എന്റെ ജനാസ ചുമക്കുന്നത്, എന്റെ ജനാസ ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാണ് അലിയേ. എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ. അതുകൊണ്ട് എന്നെ രാത്രിയിലെ ഖബറടക്കാവൂ. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പോലും, ഖബറിലിറക്കുന്ന സമയത്ത് പോലും ഒരാളും എന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ. ഈ ഫാത്തിമയുടെ പുറകിൽ നിന്നാ നീ സ്വർഗത്തിൽ പോകേണ്ടത്. നീ ആരെന്നറിയുവോ? വളാഞ്ചേരിയിലെ കടയിൽ പോയിട്ട് ഫർദ ഇട്ട് നോക്കിയിട്ട് വാങ്ങുന്നവളാ. നീ ഫർദ ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങുന്നത്. ആ ഫർദ മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ പെങ്ങളെ? ഇറുക്കമുള്ളതാകാൻ, നിന്റെ ശരീരം കാണാൻ നല്ല ഇറുക്കമുള്ളതാക്കാൻ രണ്ടാമത് സ്റ്റിച്ചിട്ടിട്ട് നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. തലമറയ്ക്കാ നിനക്കും മടിയാണ്. ഇന്ന് തലമറയ്ക്കാ നിനക്കും മടിയാ. പ്രായമുള്ള ഉമ്മമാര് പോലും ഇന്ന് തലമറയ്ക്കാത്ത കാലവാ. അത് സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന പെങ്ങളെ, അത് കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ടല്ലോ. ഇന്ന് ഫർദയിട്ട പെണ്ണ്, ഇന്ന് തലയിൽ തുണിയിടുന്നതൊരു ഫാഷനായടോ. ഇന്ന് പെണ്ണ് തലയിലല്ല ഷാളിടുന്നത്. ഇന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ വല്ലാത്ത സങ്കടം തോന്നുന്ന കാലവാ. 16, 18, 20, 25 വയസ്സുള്ള പെണ്ണുങ്ങളെ കാണിച്ചാ പറയാം അവര് ചെറുപ്പക്കാരാ, അവർക്ക് പക്വതയില്ലാത്തത് കൊണ്ടാ ചെയ്യുന്നതെന്ന്. ഈ 40 കഴിഞ്ഞ നിനക്കിനിയെന്ന് പക്വത വരാനാ ഉമ്മ. ഇനി ഏത് കാലത്താ നീ നന്നാകുന്നത്? 40 കഴിഞ്ഞ ഏത് മനുഷ്യനും നന്നാകുമല്ലോ. പക്ഷേ ഇന്നത്തെ ഉമ്മമാർക്കത് മാറ്റമില്ലല്ലോ. ഫാത്തിമ ബീബി പറയുകയാണ്, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. അലിയാർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ 29ാമത്തെ വയസ്സിൽ ലോകത്തോട് യാത്ര പറയുമ്പോ